ഞാൻ ഇപ്പൊ കഴിക്കാൻ വാങ്ങിക്കൊണ്ടിര ഈ നേരം. ഒന്നാമത് ഈ വൈകുന്നേരത്ത് കിട്ടുന്ന പൊരിക്കടി മുഴുവൻ തിന്നാന്ന് പറഞ്ഞാൽ ഭയങ്കര കേടാണ്. അനക്ക് വിശക്കുണ്ടെങ്കിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കിക്കോ. അത് സാധനം അവിടെ ഇരിക്കണ്ടല്ലോ. അനക്ക് ഈ പഴംപൊരിയും സമൂസയും തേങ്ങയും മാങ്ങയും ഒക്കെ അവിടുന്ന് വാങ്ങിക്കൊണ്ടിട്ട് ഞാൻ തേങ്ങയും മാങ്ങിയില്ല. തേങ്ങയും മാങ്ങയും തിന്നാണെങ്കിൽ ഒരു കേടുമില്ല മനുഷ്യന്. അത് നടക്കില്ല എന്നെ വേണ്ട. അത് പറഞ്ഞപ്പോഴാ പുറത്ത് നിന്നെങ്കിൽ 3 ദിവസം അയാൾ ഇന്ന് വരാം നാളെ വരാ പറഞ്ഞിട്ട് പറ്റില്ല. ഇത് അനക്ക് കല്യാണം കഴിക്കാനൊന്നും അല്ല കൊണ്ടിരുന്നത്. ഇനി അവരോടെ അടുത്ത് കൊഞ്ചി കുഴയാൻ നിൽക്കാതിരുന്നാ മതി. ആൾക്കാരെ വിളിച്ചാല് പറഞ്ഞുള്ളൂ. പെയിന്റിന്റെ കാര്യം വിളിച്ച് പറഞ്ഞു. പെയിന്റിന്റെ കാര്യം 3 ദിവസമായല്ലോ വരാന്ന് പറഞ്ഞിട്ട് ആളെ. ഞാൻ ഈ പണിത്തിരക്ക് എടുക്കുമ്പോൾ 2 ദിവസം മഴ പെയ്തില്ലേ. മഴ ചെയ്തപ്പോ ഞാൻ ഇവിടെ കടവനാട് ഇരുന്ന് പണി. എവിടെയെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ് പറ്റിച്ച മാതിരി അല്ല അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ എന്താ ഞാൻ ഇവിടെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തുടങ്ങല തന്നെ, പിന്നെ തർക്കമൊന്നുമില്ല. തുടങ്ങലല്ല, പിന്നെ പണി പൂർത്തീകരിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ആൾക്കറിയാം. ഇവിടെ പണ്ട് ഞാൻ കുമ്മായിരിക്കാൻ മാത്രമേ നിങ്ങൾ അച്ഛനുള്ള സമയത്ത്. അതല്ല ഇപ്പൊ ഇതിപ്പോ അത് ഈ ചെറിയ ഇതൊക്കെ സാധനം കട്ടിങ് ഒക്കെ അടിക്കാൻ പോയല്ലേ. അതൊക്കെ പോയി, ഇതൊക്കെ പോയി. അതുണ്ടാവും. അല്ല നമുക്ക് ഇപ്പൊ ഈ തൂണൊക്കെ പോളിഷ് ചെയ്യേണ്ടല്ലേ? അല്ല തൂണൊക്കെ പോളിഷ് ചെയ്യാം. തൂണ് പോളിഷ് ചെയ്യാം. ഞാൻ പറഞ്ഞുതരാം. തൂണ് പോളിഷ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. തൂണ് പോളിഷ് ചെയ്യല്ലേ അത് അങ്ങനെ അങ്ങോട്ടുന്നോ അല്ല കുഴപ്പമില്ല. ഇവിടെ ഇങ്ങോട്ട് അപ്പൊ ഇതൊക്കെ മരത്തിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ കളർ ഇതൊക്കെ പണ്ടത്തെ കളർ അതേപോലെ തന്നെ നിലനിർത്തണം. പക്ഷേ ഈ സാധനം ഇപ്പൊ കിട്ടില്ല. ഈ കളർ ഇപ്പൊ ഇറങ്ങണില്ല. അത് പണ്ടത്തെ എന്താ നിങ്ങൾ എവിടുത്തെ പെയിന്റ് പണിക്കാരനാണ്? ഏത് കളറും കിട്ടും. അല്ല കമ്പ്യൂട്ടർ മിക്സ് ആണ്. പക്ഷേ ഈ മരത്തിന്റെ കളർ കിട്ടില്ല. ചുമരുള്ള കിട്ടുള്ളൂ. മരത്തിന്റെ കളർ കിട്ടും ബായി. ഇവിടെ നമുക്ക് ഇതൊക്കെ നല്ല മിനുസല്ല. നല്ല മിനുസുണ്ട്. ഞാൻ പറയുന്നത് തൂണിന്റെ മിനുസ്. ഈ സൈഡിൽ മിനുസം കുറയും. അതാണ് അങ്ങനെ. നമ്മളിവിടെ ഫ്ലോർ അടിക്കുമ്പോഴത്തേക്ക് അടിക്കണം. ഫ്ലോറിന്റെ ഈ സൈഡ് ഇവിടെ ഫ്ലോർ അടിക്കണം. അവിടെ നോക്കിക്കോ. ഇതല്ലേ ഈ സൈഡ് ഞാൻ ഈ തൂണിന്റെ അടിഭാഗം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഫ്ലോർ അടിക്കുമ്പോ സാധാരണ അവിടെ അടിക്കൂലേ? അടിക്കണമെങ്കിൽ അടിക്കാത്രേ ഉള്ളൂ. അടിക്കണമെങ്കിൽ അടിക്കാന്നാ. നിങ്ങളെ ഫണ്ടിനനുസരിച്ചാണ് കാര്യം. ഫണ്ടിന്റെ കാര്യത്തിലൊന്നും ഈ ബേജാറാവണ്ട കേട്ടോ. ഫണ്ടിന്റെ കാര്യത്തിൽ ബേജാറാവണ്ട. അപ്പൊ അടിക്കാനുള്ളത് അടിക്കുക. അപ്പൊ നിങ്ങളെ റേറ്റും കാര്യങ്ങളും ബാക്കിയൊക്കെ എന്തൊക്കെയാ അതിന്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാന്ന് പറഞ്ഞ എന്താ കാര്യങ്ങൾ അതിന്റെ എങ്ങനെ എന്താ വേണ്ടത്, എത്ര പണി ഉണ്ടാവും, എത്ര ആള് പണിക്ക് വരും. ഇവിടെ നമ്മുടെ ഈ അവസ്ഥ നിലനിർത്തുക ചോദിച്ചാല് ഞാൻ ഈ വെള്ളപ്പെയിന്റിന്റെ കാര്യമാണ്. ഏത് വെള്ളപ്പെയിന്റിന്റെ? അല്ല ഞാൻ പറഞ്ഞാലേ ഇവിടെ മൊത്തത്തിൽ ഇരിക്കുമ്പോ നിങ്ങളെ ഫണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാൻ പറ്റും. അത് മതി. പക്ഷെ വേറെ എന്നിട്ട് അല്ല അത് ഇതൊക്കെ ഉറപ്പുണ്ടാണോ? ഉറപ്പുള്ള തന്നെയാണ്. 130 കൊല്ലം പഴക്കമുള്ള വീടാണ്. ആ തനിമ നിലനിർത്തിയിട്ട് തന്നെ ഇതുവരെ പോയിട്ടുള്ളത്. അല്ല അത് അമ്പലാണ്. അത് അമ്പലാണ്. അത് നിങ്ങളെ വീട്ടമ്പല? വീട്ടമ്പലാണ്. അവിടെ പെയിന്റ് അടിക്കണം. ഇപ്പൊ അവിടെ വെളിച്ചപ്പെടാൻ വന്നല്ലോ, പെയിന്റ് ചെയ്യാൻ വന്നതല്ലേ? അപ്പൊ അത് ചെയ്താൽ മതി. ആയിക്കോട്ടെ. ഞാൻ അവിടെ ഇരിക്കണേ ചങ്ങായി. അല്ലെങ്കിൽ അവിടെ ഇരുന്നാ മതി. കാര്യം കേൾക്കാൻ ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഏട്ടാ ഞാൻ ഉദ്ദേശിക്കണത് വെച്ചാലേ ഇതിന്റെ ഈ തൂണ് ഫിനിഷിംഗ് ഉണ്ടാവുമല്ലോ. ഇത് മറ്റേ ഇതെച്ചാലേ പണ്ട് ഇപ്പൊ വാർണിഷ് ഇറങ്ങണില്ല. ഇപ്പൊ സ്ലീക്ക് നല്ലതാ. സ്ലീക്ക് നല്ല തന്നെയാണ്. സ്ലീക്ക് നല്ലതാണ്. നല്ല സ്ലീക്കാണ്. അല്ല ഞാൻ ഈ ഒന്നും ഇറങ്ങിയിരുന്ന ഒരു കാര്യം ചോദിക്കാനാണ് എന്നോട്. ഇവിടെ ഇരിക്കും. പിന്നെ ഇപ്പൊ കുറച്ചു നേരമായാലും ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ പെയിന്റിന്റെ വർത്താനം പറയണ്. സത്യത്തിൽ ഈ പെയിന്റ് അടിക്കാൻ വന്നതാ അതോ ഇന്നടിക്കാൻ വന്നതാ? അല്ല അങ്ങനെ പറഞ്ഞ എന്റെ കാട്ടിക്കൂട്ടൽ അങ്ങനെയാണേ. അതുകൊണ്ടാണ്. കേട്ടോ. അപ്പൊ ബാക്കി എന്നാ എനിക്ക് ഒഴിവന്നാ എന്റെ ഒഴിവിന്റെ ചെരുപ്പെടുത്തോ എന്നാ എനിക്ക് ഒഴിവന്നാ. ഇക്കിപ്പോ അല്ല നമ്മുടെ ബെഡ്റൂം കറക്റ്റ് നമ്മളെ ബെഡ്റൂം അല്ല, ഞങ്ങളുടെ ബെഡ്റൂം. അതെ എന്താ ചെയ്യണത്? മൊത്തം അടിക്കണം. അതൊക്കെ മൊത്തം അടിക്കണം. നിങ്ങൾ പോയിട്ട് ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും അത് ആരാന്നറിയില്ല. അത് അവിടെ അപ്പുറത്ത് ജോലിക്കാരുണ്ട്. അവരാണ്. ഞാൻ 12-ാം തീയതി വരാം കേട്ടോ. ആയിക്കോട്ടെ. 12-ാം തീയതി അപ്പൊ ഉറപ്പിച്ചിട്ടാ. 12-ാം തീയതി ഉറപ്പിച്ച്. 12-ാം തീയതി കറക്റ്റ്. 12-ാം തീയതി ഉറപ്പിച്ച്. ശരി. എന്താ ചായ കുടിക്കണം? അല്ല നിങ്ങള് അല്ല ഞാൻ ഒന്നുമല്ല, നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുമ്പോ 12-ാം തീയതി വരാം. 12-ാം തീയതി വന്നാൽ മതി. 12-ാം തീയതി വരാം. 12-ാം തീയതി പോരെ കേട്ടാ. എന്നാ ശരി ഞാൻ പോട്ടെ എന്നാല്. ശരി ഇങ്ങോട്ടാണ് പോകണ്ടേ? കൺഫ്യൂഷൻ നമുക്ക് നല്ല കൺഫ്യൂഷൻ ഉള്ള ആളാ എന്നുള്ളത് എനിക്ക് മനസ്സിലായിരിക്കുന്നു കേട്ടാ.
ഞാൻ 12-ാം തീയതി വരാന്നു. ആ വായോ വായോ വായോ. ആ. ശരി, ഈ മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉള്ള ആളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ആ ഇങ്ങോട്ട് വായോ. ആ ചങ്ങായിനെ സൂക്ഷിക്കണം കേട്ടാ, ആള് ശരിയല്ല, കള്ള ലക്ഷണമുണ്ട്. ഇവിടെ കിടന്ന് ഇവിടെ കിടന്ന് ഇങ്ങനെ തെരിപ്പറക്കണ് കണ്ടായി. ഓൻ പെണ്ണുങ്ങളുള്ളടത്തു നിന്ന് വിട്ട് മാറാതെ ഇങ്ങനെ ചൂരടിച്ചും കൊണ്ട് നടക്കുക. ഇപ്പം ഞാൻ ഇവിടെ ഇങ്ങനത്തെ സ്ഥിതി ഉണ്ട്. സംശയിക്കണം, എൻ്റെ പല്ല് കണ്ടായി ഗുഹമാതിരി. അത് കള്ളലക്ഷണം ഉണ്ടായില്, കള്ളലക്ഷണം ഉണ്ട്. ആ അണക്കത് തോന്നും. അണക്ക് കുറച്ച് കൊഞ്ചലും കുഴയിലും ആണുങ്ങൾ വരുമ്പോൾ ഉള്ളതാണല്ലോ അല്ലേ. എടി ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചപ്പോൾ രാത്രിയിൽ മാറി വന്നതിൻ്റെ പേരിൽ അയച്ച് അവിടുന്ന് പരിചയപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ കൂടെ ചാടിപ്പോന്നോളല്ലേ ജി. ഈ ഇഞ്ഞി ചാടില്ല എന്ന് ആരറിഞ്ഞു? അണക്ക് നല്ലതുണ്ട്. അണക്ക് വേറെ നല്ല ആണുങ്ങളെ കാണുമ്പോ അപ്പ അണക്ക് ഒരു ഇളക്കണക്കുണ്ട്. ഓർത്തോ എന്നാ ഓർത്തോ, ചെമ്മീൻ ചാടിയ ചട്ടിയോളം. ഓർമ്മിച്ചോളുണ്ട്. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. ചേച്ചി കറക്റ്റ് നമ്മൾ 12-ാം തീയതി 13-ാം തീയതി പറഞ്ഞ കറക്റ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താണിത്? ഇനി ഒരു ഇരുമ്പിന്റെ ചുരിദാർ വാങ്ങേണ്ടി വരും എന്നൊക്കെ തോന്നുന്നത്.